സമയം നിൽക്കേണ്ടി വന്നിനി 18-ാം പടിയിൽ രണ്ട് സൈഡിൽ നിന്നിട്ട് സ്വാമിമാരനെ വരുന്ന ഇത്രയും ബുദ്ധിമുട്ടി വന്നിട്ട് ഒരാളിന് അവിടെ മര്യാദയ്ക്ക് അവിടെ നിന്ന് തൊടാൻ പറ്റില്ല. 18-ാം പടിക്ക് മര്യാദയ്ക്ക് തൊടാൻ പറ്റില്ല. അവരുടെ കമ്പിട്ട് വലിക്കുകയാണ് രണ്ട് സൈഡിൽ ഇരുന്നിട്ട്. మెయింటెనెన్స్ బాగాలేదు. ఒంటి గంటకు స్టార్ట్ అయ్యాం, ఇప్పుడు వచ్చాం. కాళ్ళు నొప్పులు స్టార్ట్ ఏమీ బాగలేదు. అసలు వరస్ట్ మాట, వరస్ట్ అండ్ వరస్ట్ ఏమీ బాగలేదు. ഒരുപാട് ഞങ്ങൾ 24 അവർ ഇന്നലെ 8:30 മണിക്ക് ഞങ്ങൾ പറഞ്ഞു വന്നാണ്. വെള്ള സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നുമില്ല. അപ്പാച്ചിമേട്ടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിടെ ഞങ്ങൾക്ക് ലാക്ക് ഇട്ടിട്ട് അവിടെ ക്ലോസ് ചെയ്തിട്ട് ചെറിയ കുട്ടികൾ, ഞങ്ങൾക്കെല്ലാം ഈ ഷർട്ടൊന്നും ഇല്ലല്ലോ, അങ്ങനെ കുട്ടികളൊക്കെ ആയിട്ട് ഭക്ഷണവും ഇല്ലാണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. It's very unfacilities. I am disappointed about the facilities. Do something on this matter. Police have no right to touch on our body. We are not criminals to do like this. They have a target like they have to push 40 people per minute, which is totally bad. Facilities not good. I am saying that only. They are diverting us to some other big routes. They are making us stop, await, unable to stand, sit. Third time I am coming. This is the last time I won't come. No, I won't come. What is these facilities? Because of these facilities, God is there everywhere. Not good. I am not happy. We are not happy. Not me. So many are there. ഇക്കേട്ടത് ഭക്തരുടെ വിലാപമാണ്. ഒടുവിൽ പറഞ്ഞയാളിനി ശബരിമലയിലേക്കില്ല, വീട്ടിലിരുന്ന് അയ്യപ്പനെ ചേർത്തു പിടിച്ചോളാമെന്ന്. അത്രയേറെ അസൗകര്യങ്ങൾ ഒരുക്കി വച്ചിരിപ്പാണ് ദേവസ്വവും സർക്കാരും. ഭക്തർക്ക് ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മോഹം ദിവ്യദർശനം, ഒരേ ഒരു മാർഗം 18-ാം പടി, ഒരേ ഒരു മന്ത്രം ശരണമയ്യപ്പ. ദേവസ്വത്തിനാകട്ടെ ഒരേ ഒരു ലക്ഷ്യം ശബരിമാമല, ഒരേ ഒരു മോഹം സ്വർണമോഷണം, ഒരേ ഒരു മാർഗം തസ്കരൻ പോറ്റി, ഒരേ ഒരു മന്ത്രം ഭരണമയ്യപ്പ. നട അടച്ചിടുമ്പോഴും സന്നിധാനത്ത് വരുന്ന പോറ്റിക്ക് VVIP പരിഗണന. നട തുറന്നിടുമ്പോൾ മലചവിട്ടി വരുന്ന ഭക്തർക്ക് വില കൽപ്പിക്കാത്ത അവഗണനയും. ആദ്യ ദിനം തന്നെ വെള്ളമില്ല, വെളിച്ചമില്ല, ദേവസ്വത്തിനൊട്ട് വെളിവുമില്ല.